ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രൊമോ റിവ്യൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിക്കുള്ള ഒരു പുതിയ സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ സച്ചി രേവതിക്ക് ഇഷ്ടമുള്ള ആ ഒരു സ്കൂട്ടിയുടെ കളർ ഏതാണെന്ന് അറിയാതെ പോയിട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിക്ക് കോൾ ചെയ്തിട്ട് ചോദിക്കുകയാണ്, രേവതി നിനക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ പറയണേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പനീർ പൂവിൻ്റെ ചോപ്പാന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ സച്ചിയാണെങ്കിൽ ആ ഒരു കോള് കട്ട് ചെയ്തിട്ട് സെയിൽസ്മാനോട് പറയണ, ചേട്ടാ അത് ഈ ചുവന്ന കളർ എടുത്തോളൂ എന്ന് പറയാണ്. അങ്ങനെ സച്ചി ആ ഒരു പുതിയ സ്കൂട്ടിയുമായിട്ട് നേരെ വീട്ടിൽ വരികയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുള്ളിക്കാരനാണെങ്കിൽ നേരെ രവിയേട്ടന് കോൾ ചെയ്തിട്ട് പറയാണ്, അച്ഛാ എല്ലാവരെയും വിളിച്ചിട്ടൊന്ന് പുറത്തേക്ക് പോയോ, രേവതിനെ വിളിക്കിട്ടാന്ന് പറയുകയാണ്. അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാ ആളുകളും പുറത്തേക്ക് വന്നപ്പോൾ രേവതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചി പറയാണ്, ഒരു ഉദ്ഘാടനം ഉണ്ട്, അതിനെ എല്ലാവരോടും പുറത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് അങ്ങോട്ട് തുറക്കുകയാണ് സുഹൃത്തുക്കളെ. ഗേറ്റ് തുറന്ന വശം തന്നെ ആ ചെമ്പനീർ പൂവ് കളറുള്ള ആ ഒരു സ്കൂട്ടി കണ്ട വശം തന്നെ എല്ലാ ആളുകളുടെയും കിളി പോയിട്ടോ. അപ്പോൾ നമ്മുടെ രവിയേട്ടനാണെങ്കിൽ ആ ഒരു സ്കൂട്ടിയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ ആകെ അതിശയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയാണെങ്കിൽ രവിയേട്ടനോട് പറയണേ, എൻ്റെ സ്വന്തം കാശ് കൊണ്ട് രേവതിക്ക് വേണ്ടിയിട്ട് മേടിച്ച സ്കൂട്ടറാണ് അച്ഛാന്ന് പറയാൻ കേട്ടോ. ആ ഒരു വാക്ക് കേട്ട രേവതിയുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഒന്ന് കാണണം. ചന്ദ്രമതിയുടെയും ശ്രുതിയുടെ മുഖമാണെങ്കിൽ ഈ സമയം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത്. പിന്നീടാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി മുതൽ രേവതിയുടെ പൂക്കട ഈ ഒരു വണ്ടിയാണെന്ന് പറയുകയാണ്. ഇതിലാണ് ഇനി രേവതി പൂക്കച്ചവടം ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമാവാണ് നമ്മുടെ രവിയേട്ടന്. പിന്നീടാണെങ്കിൽ സച്ചി പറയുന്നത്, അച്ഛാ ഈ ഒരു വണ്ടിയുടെ താക്കോല് അച്ഛനും അമ്മയും തന്നെ രേവതിക്ക് കൈമാറണമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി മനസ്സോട് കൂടി നമ്മുടെ രവിയേട്ടൻ്റെ കൈയും പിടിച്ചിട്ട് ആ ഒരു താക്കോല് രേവതിക്ക് കൊടുക്കുകയാണ്. പിന്നീട് നമ്മുടെ രേവതിയാണെങ്കിൽ ആ വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. അപ്പോൾ സച്ചിയോടും പറയുകയാണ്, രേവതി ചേട്ടൻ കൂടി വണ്ടിയുടെ ബാക്കിൽ കയറുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാ കൂട്ടുകാർക്ക് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു പ്രൊമോ ആയിട്ട് ഉടനെ വരാം.